അമൃത മിസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് നമ്പർ റിലേഷൻസ് അതായത് സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ആലോചിച്ചൊക്കെ ചെയ്യേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഇതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പഠിക്കാൻ എളുപ്പമാണ് ചാപ്റ്റർ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ എൻ്റെ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അധികം ഡിലേ ആക്കുന്നില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നോക്കാം. റെഡി? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചുവടെയുള്ള സംഖ്യകളിൽ 2, 4, 5, 10 ഇവ ഓരോന്നുകൊണ്ടും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ കണ്ടെത്തുക. അതായത് find which of the numbers below are divisible by 2, 4, 2, 4, 5 or 10. For the others, find the remainder on division by each of this. അതായത് അവയല്ലാത്ത ഓരോന്നുകൊണ്ടും ഹരിക്കുമ്പോൾ വരുന്ന മിച്ചവും കണക്കാക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണിത്. അതായത് ഇത്രയുള്ളൂ ചോദ്യം. ഫസ്റ്റത്തെ നമ്പർ 3624. 3624 എന്ന് പറയുന്ന നമ്പർ 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഓക്കെ, ഇവ ഓരോന്നും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ നമ്പർ റിമൈൻഡർ ഇല്ലാതെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. നമുക്കറിയാം ഇതിൻ്റെ അവസാനത്തെ നമ്പർ എത്രയാണ്? 4 ആണ്. അവസാനത്തെ നമ്പർ 4 ആയതുകൊണ്ട് തന്നെ, അതായത് ഇതൊരു ഇരട്ട സംഖ്യയാണ്. 3624 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഡിവിസിബിൾ ആണ്, ഹരിക്കാൻ പറ്റും. ഇത് ഹരിക്കാൻ പറ്റും. റിമൈൻഡർ 0 ആയിരിക്കും. ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും. 2 ഉണ്ട്. അടുത്ത നമ്പർ ആരാണ്? അടുത്ത നമ്പർ 3624 ഡിവൈഡഡ് ബൈ 4. ഇതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെയാണ് നോക്കുക? അവസാനത്തെ 2 നമ്പറുകൾ എടുക്കുന്നു. അവസാനത്തെ 2 നമ്പറുകൾ 24 ഹരിക്കണം 4. എത്രയാടാ 24നെ 4 കൊണ്ട് ഹരിച്ചാൽ? 6 അല്ലേ? 24നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റും, റിമൈൻഡർ ഉണ്ടാകത്തില്ല. അതിനർത്ഥം ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാൻ പറ്റും. അപ്പം എന്താ ചെയ്യുന്നത്? ലാസ്റ്റത്തെ 2 നമ്പറുകൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ലാസ്റ്റത്തെ 2 നമ്പറിനെ നമുക്ക് 4 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ 0 ആണെങ്കിൽ, ഇവിടെ റിമൈൻഡർ 0 ആണ്. അതിനർത്ഥം ഈ വലിയ നമ്പറിനെയും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ആ വലിയ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി ഇതേ നമ്പർ തന്നെ നമ്മൾ എടുക്കുവാണേ. 3624 ഡിവൈഡഡ് ബൈ 5 പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അവസാനത്തെ നമ്പർ എത്രയാണ്? 4 ആണ്. ലാസ്റ്റ് നമ്പർ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. റിമൈൻഡർ എത്ര വരും? ഇവിടെയുള്ള റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 4 വരും. ലാസ്റ്റത്തെ നമ്പർ എത്രയാണോ അത് തന്നെ വരും. 5ൽ താഴെയാണ്. ലാസ്റ്റത്തെ നമ്പർ 5ൽ താഴെ ആയതുകൊണ്ട് റിമൈൻഡർ അത് തന്നെ വരും. അവസാനത്തത് 3624 അല്ലേ? 3624 ഡിവൈഡഡ് ബൈ 10 പോസിബിൾ ആണോ? പോസിബിൾ ആണോ? അല്ല, ഇതും പോസിബിൾ അല്ല. എന്തുകൊണ്ട്? അവസാനത്തെ നമ്പർ, ഇവിടെ നമ്മൾ നോക്കുന്നത് അവസാനത്തെ നമ്പറാ. അവസാനത്തെ നമ്പർ എത്രയാണ്? 4 ആണ്. അതിനർത്ഥം ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. റെഡി? അവസാനത്തെ നമ്പർ എന്ത് വരണം? 0 വരണം. എന്നാലേ റിമൈൻഡർ എന്താവുള്ളൂ? 0 ആവത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ ഒന്നുകൂടെ ചെയ്യുവാണ്. ഓക്കെ, 3625 ഹരിക്കണം 2 സാധിക്കുമോ? എന്താ ചെയ്യണ്ടേ? അവസാനത്തെ നമ്പർ എടുക്കുക, 5. അവസാനത്തെ നമ്പർ എത്രയാണ്? 5. 5 ഒരു ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യയല്ലേ. അതിനർത്ഥം ഇത് ഹരിക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം എന്താണ്? ഇത് ഹരിക്കാൻ
പറ്റത്തില്ല. റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 1 വരും. ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ റിമൈൻഡർ 1, രണ്ടിൻ്റെ കേസിലാണേ. അടുത്തത് 3625 ഹരിക്കണം 4 പോസിബിൾ ആണോ? അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? അവസാനത്തെ 2 നമ്പർ എടുക്കുന്നു. 25 ഹരിക്കണം 4 നടക്കുമോ? നടക്കത്തില്ല. ഇതും നടക്കത്തില്ല. കാരണം റിമൈൻഡർ 1 വരും. അവിടെ റിമൈൻഡർ 1 വരും. കാരണം നോക്കിയേ, 25 ഹരിക്കണം 4, 6 4 24, റിമൈൻഡർ 1 നടക്കത്തില്ല. അടുത്തത് 3625 ഡിവൈഡഡ് ബൈ 5 നടക്കുമോ? അവസാനത്തെ ഡിജിറ്റ് നോക്കുക. അവസാനത്തെ ഡിജിറ്റ് ആരാണ്? 5. പോസിബിൾ ആണ് അല്ലേ? ഇത് ശരിയാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ 0 ആയിരിക്കും. അടുത്തത് 3625 ഡിവൈഡഡ് ബൈ 10. ലാസ്റ്റത്തെ നമ്പർ നോക്കുക. ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ ആരാ? 5. നടക്കില്ല. കാരണം ലാസ്റ്റ് നമ്പർ 0 വരണം, എന്നാലേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ റിമൈൻഡർ 5 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ഈ 2 ക്വസ്റ്റ്യൻ ഇതേപോലെ മിസ് പറഞ്ഞ പോലെ തന്നെ ഈ 2 ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഉത്തരം കിട്ടും. റെഡി? ഇനി ഇതിലുള്ള അടുത്തൊരു ചോദ്യമാണിത്. ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, one of them will be divisible by 5. Explain why this is so. അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ ഏതെടുത്താലും അവയിൽ ഒരെണ്ണത്തെ 5 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. ഇതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. മക്കളെ, ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പേഴ്സ് എന്നാണേ. ഞാൻ അടുത്തടുത്ത ഒരു 5 നമ്പർ എഴുതുവാണേ. നോക്കിക്കോ, 1 2 3 4 5 5 നമ്പർ എഴുതി. വേറെ അടുത്തടുത്തുള്ള വേറെ 5 നമ്പർ എഴുതുക. 17 18 19 20 21. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 നമ്പർ എഴുതുക. അടുത്തടുത്തുള്ള 5 നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതിയാലും ഇതിൽ ഒരാൾ എപ്പോഴും 5ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടാവും. അതായത് 5 അടുത്തടുത്തുള്ള നമ്പേഴ്സ് നിങ്ങൾ എഴുതിയാൽ അതിലൊരാൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. റെഡി? അതേപോലെ 4 അടുത്തടുത്ത നമ്പേഴ്സ് എഴുതിയാൽ അതിലൊരാൾ എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ശരിക്കും അതാണ്. കാരണം 1 2 3 4 5 കറക്റ്റ്. 5ൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെ നമ്മൾ എടുത്താലും ഒരാൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 5 എണ്ണം എടുത്താൽ ഒരാൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 4 എണ്ണം എടുത്താൽ ഒരാൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി 7 തുടർച്ചയായ 7 എണ്ണൽ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഏത് 7 എണ്ണൽ സംഖ്യ എടുത്താലും അതിലൊരാൾ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം 7 അല്ലേ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നേ അല്ലേ? നമുക്ക് ഗുണനപ്പട്ടിക ഓർമ്മയില്ലേ? നമ്മൾ എന്താ ചെയ്യുക? 7ൻ്റെ ഗുണനപ്പട്ടിക ഓർമ്മയില്ല. 7 7 2 7 എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പം 7ൻ്റെ കൂടെ ഒരു 7ഉം കൂടെ കൂട്ടല്ലേ ചെയ്യുക. അതായത് അടുത്തടുത്തുള്ള 5 നമ്പർ എടുത്താൽ അതിലൊരാൾ എന്തായിരിക്കും? 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ആ നമ്പർ 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ ഇത്. ഓക്കെ, അതായത് തുടർച്ചയായ 5 നമ്പർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 5ൻ്റെ ഗുണനമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഈസി ആയിട്ട് ഹരിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? റെഡി? സിമ്പിൾ ആണ്. അതേപോലെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഫോർ എനി നമ്പർ വിത്ത് 3 or more ഡിജിറ്റ്, ഓക്കെ, ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 8, റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ നമ്പർ ബൈ ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് നമ്പർ ബൈ 8. എക്സ്പ്ലെയിൻ വൈ ദിസ് സോ. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കിളി ഇങ്ങനെ പറന്നു പോവുകയാണ്. എൻ്റെ പോയി 3-4 പോയി മക്കളെ. 4 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. അതായത് ഞാനൊരു നമ്പർ എടുത്തു, 1239. ഒരു നമ്പർ 1239. അതായത് 4 അതിൽ കൂടുതലോ അക്കങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. 4 അക്കം അതിൽ കൂടുതലോ ഓക്കെ എടുത്തു. ഇതിനെ
8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് 8 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം വരും, എത്ര റിമൈൻഡർ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവസാനത്തെ 3 നമ്പർ ഹരിച്ചു നോക്കിയാൽ മതി. 238 ഹരിക്കണം 8 ചെയ്ത് നോക്കിയാൽ മതി. അതെന്താണോ ശിഷ്ടം അതാണ് ശിഷ്ടം. അവിടെ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് റിമൈൻഡർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. 1239 നമുക്ക് എങ്ങനെ എഴുതാം? 1000 + 239 എന്ന് എഴുതാം. വേറെ രീതിയിലും എഴുതാം, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഈ 1000 എന്ന് പറയുന്നത് 8 × 125 ആണ്. വേണേ ഒന്ന് ഗുണിച്ചു നോക്കിക്കോ. അതായത് 1000-നെ നമുക്ക് സിമ്പിളായിട്ട് 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 1000-ന് സിമ്പിളായിട്ട് 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. ബാക്കിയുള്ളതിനല്ലേ പറ്റാത്തത്. അപ്പം ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് 1000-ന് മാത്രമല്ലേ പറ്റുക, വേറെ നമ്പർ വന്നാൽ എന്ത് ചെയ്യും നോക്കാം. 2000 എടുത്തോ. 2340. 2340 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് ചോദ്യം. 2340 ഈസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 8 ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ മാത്രം ചെക്ക് ചെയ്താൽ മതി. 340 ഹരിക്കണം 8 ചെയ്ത് നോക്കിയാൽ മതി. പറ്റൂ ഇല്ലയോ അത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. അത് പറ്റുമെങ്കിൽ ഈ വലിയ സംഖ്യേനെയും പറ്റും. അപ്പോൾ ചോദിക്കും അതെന്തുകൊണ്ടാ മിസ്സേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2000 + 340 എന്ന് എഴുതാമല്ലോ. 2000 + 340. ഈ 2000 എന്ന് പറയുന്നത് 8 × എത്ര വരും? 250 വരും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 250 × 8. 8 × 16 4 20. 8 × 250 ആണ്. അതായത് ഈ 2000 ആയിക്കോട്ടെ, 3000 ആയിക്കോട്ടെ, 4000, 5000, 6000, 7000 ഏതായിരം ആയാലും 8 കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഹരിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ബാക്കിയുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. 340 ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അത് അവിടെ ഹരിച്ചാൽ എത്രയാണോ ശിഷ്ടം വരുന്നത് അതായിരിക്കും ശിഷ്ടം. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ 3 ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയ 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഒറ്റയ്ക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് കിട്ടും. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.